പടിയിറക്കം ആവർത്തിക്കാൻ ഗണേഷ് കുമാറിന് ഇനി അധിക സമയം വേണ്ടിവരില്ലെന്നാണ് സൂചന. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച ഗുരുതരമായ ഗാർഹിക പീഡന വഴിവിട്ട ബന്ധാരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ടക്കലിപ്പിലാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുന്ന ഇത്തരം നാണംകെട്ട വിവാദങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ലെന്ന കർശന നിലപാടിലാണ് ഇടതുമുന്നണിയിലെ പ്രബല കക്ഷിയായ CPI. ഗണേശിന്റെ വിടുവായുത്തവും സ്വഭാവ ദൂഷ്യവും സർക്കാരിനെ മൊത്തത്തിൽ പ്രതിക്കൂട്ടിലാക്കിയതോടെ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും മുന്നണിക്കുള്ളിൽ ശക്തമായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് സമാനമായ രീതിയിൽ 500 പ്രണയം എന്ന ഗണേശിന്റെ വാദത്തെ CPI പുച്ഛിച്ചു തള്ളുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പുലർത്തേണ്ട സാമാന്യ ജാഗ്രത പോലും മന്ത്രി കാട്ടിയില്ലെന്നും ഇത് മുന്നണിക്ക് വലിയ തിരിച്ചടിയാകുമെന്നും CPI നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. മുൻപ് ഗാർഹിക പീഡന പരാതിയിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഗണേശ് ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ലെന്നും പഴയ തെറ്റുകൾ ആവർത്തിക്കുകയാണെന്നുമാണ് പാർട്ടി കുറ്റപ്പെടുത്തുന്നത്. ഗണേശിനെ ഇനിയും സംരക്ഷിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന നിലപാടിലാണ് CPI ഉള്ളത്. ബിന്ദു മേനോൻ നേരിട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ വിളിച്ച് സങ്കടം പറഞ്ഞതോടെ സംഗതി ഗൗരവമായി. ഒരു സ്ത്രീ എന്ന നിലയിൽ താൻ അനുഭവിച്ച ക്രൂരതകളും മന്ത്രിയുടെ വീട്ടിലെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഗുണ്ടായിസവും ബിന്ദു വിശദീകരിക്കുന്നുണ്ട്. ഇതോടെയാണ് പിണറായി വിജയൻ നിലപാട് കടുപ്പിച്ചത്. ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇത്തരം വ്യക്തിപരമായ വിവാദങ്ങൾ ഇലക്ഷൻ പ്രചാരണത്തെ ബാധിക്കുമെന്ന് മുഖ്യമന്ത്രിക്കറിയാം. മന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ വൈകുന്നത് ജനരോഷത്തിന് കാരണമാകുമെന്ന് CPM വിലയിരുത്തുന്നുണ്ട്. ഭർത്താവിനെ കുറിച്ച് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര മോശമായ ഒരു സാഹചര്യം നേരിട്ട് കണ്ടുവെന്നും അതിന്റെ ദൃശ്യങ്ങൾ തന്റെ പക്കലുണ്ടെന്നുമാണ് ബിന്ദു മേനോന്റെ വെളിപ്പെടുത്തൽ. ഈ തെളിവ് പുറത്തു വന്നാൽ ഗണേശിന് പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ലെന്നും ബിന്ദു പറയുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ പിടിച്ചെടുക്കാൻ മന്ത്രിയുടെ ഗുണ്ടകൾ തന്നെ മർദ്ദിച്ചുവെന്നും ജീവനം കൊണ്ട് ഓടേണ്ടി വന്നുവെന്നും അവർ പറയുമ്പോൾ കേവലം കുടുംബ പ്രശ്നം എന്ന നിലയിൽ ഇതിനെ തള്ളിക്കളയാൻ സർക്കാരിന് പറ്റില്ല. 112-ൽ വിളിച്ച് സഹായം തേടിയിട്ടും മന്ത്രിയുടെ വസതിയിലെത്തിയ പിങ്ക് പോലീസ് അക്രമികൾക്ക് കൂട്ടുനിന്നുവെന്ന ആരോപണം ആഭ്യന്തര വകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. മന്ത്രിക്കെതിരെ ബിന്ദു മേനോൻ നിയമപരമായ നടപടിക്ക് താല്പര്യപ്പെടുന്നില്ലെങ്കിലും സർക്കാരിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ കോടതിക്ക് വിടുന്നുവെന്ന് ബിന്ദു പറയുമ്പോഴും പിണറായിയുടെ കോടതി ഗണേശിന് പടിയിറക്കത്തിനുള്ള വിധി എഴുതി കഴിഞ്ഞുവെന്നാണ് സെക്രട്ടേറിയറ്റ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഗണേഷ് കുമാറിന്റെ വിശദീകരണം CPIM-ന് തൃപ്തികരവുമല്ല. ഈ സാഹചര്യത്തിൽ കടുത്ത തീരുമാനം പാർട്ടി എടുക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഗണേശ് രാജിവെക്കണമെന്ന വാദം LDF-നുണ്ട്. ആരോപണത്തോടുള്ള ഗണേഷ് കുമാറിന്റെ പ്രതികരണത്തിലും മുന്നണിയിൽ അതൃപ്തിയാണ്. അതേസമയം കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് വിശദീകരിക്കാനാണ് ഗണേഷ് കുമാറിന്റെ ശ്രമം. ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിന് മുൻപ് കൂടിക്കാഴ്ച നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. കുടുംബപരമായ പ്രശ്നങ്ങളാണ് തനിക്കെതിരായ ആരോപണത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാനാണ് നീക്കം. ബിന്ദുവിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന നിലപാടും ഗണേഷ് കുമാറിനുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരിക്കെ 2013-ൽ ഗണേശിന്റെ രാജിക്ക് കാരണം അന്നത്തെ ഭാര്യയുടെ ഗാർഹിക പീഡന പരാതിയായിരുന്നു. അന്ന് മുഖ്യമന്ത്രി രാജി ചോദിച്ചു വാങ്ങി. 2014-ലാണ് ഗണേഷ് കുമാറും ബിന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. സംഭവ വികാസങ്ങളിൽ മുഖ്യമന്ത്രി വിശദീകരണം ചോദിച്ചില്ലെങ്കിലും വിവരങ്ങൾ ധരിപ്പിക്കാനുള്ള ബാധ്യതയുണ്ടെന്നാണ് കേരള കോൺഗ്രസ് B നേതൃത്വത്തിന്റെ നിലപാട്. ഗണേഷ് കുമാർ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. സംഭവ ദിവസം കൊട്ടാരക്കരയിലെ വീട്ടിലേക്ക് എത്തിയ പോലീസ് സംഭവത്തിൽ ഇടപെട്ടില്ലെന്ന ബിന്ദുവിന്റെ ആരോപണം അന്വേഷിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിന് കൊല്ലം റൂറൽ SP ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ തനിക്ക് 1 അല്ല 5000 പ്രണയങ്ങളുണ്ട്. വ്യക്തിപരമായ പ്രശ്നവും രാഷ്ട്രീയവും തമ്മിൽ എന്താണ് ബന്ധമെന്നാണ് വിഷയത്തിൽ ഗണേഷ് കുമാർ പ്രതികരിച്ചത്.